ഹണി ബീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എപ്പോഴെങ്കിലും മുട്ട കൊണ്ടൊരു ചട്നി ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. നമ്മുടെ തമിഴ്നാട്ടിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ചിദംബരം സ്റ്റൈൽ എഗ് ചട്നിയുടെ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. 10 മിനിറ്റിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് ചട്നി എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് കാണാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് തുടർന്ന് നിങ്ങളിലേക്ക് എത്തുവാനായി ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയേക്കണേ. ഞാനിവിടെ എടുത്തേക്കുന്നത് മുട്ട 4 എണ്ണം, സവാള 2 എണ്ണം ചെറുതായി അരിഞ്ഞെടുത്തത്, തക്കാളി 1 എണ്ണം ചെറുതായി അരിഞ്ഞത്, മല്ലിയില 1 പിടി, കറിവേപ്പില 1 തണ്ട്, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. പ്രീഹീറ്റ് ചെയ്ത പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് ഇതൊന്ന് നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. സവോള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇവ നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കുറച്ച് പൊടികളുണ്ടല്ലോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് തുടങ്ങിയവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിന്റെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഇവ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് ഇവ നല്ലോണം ഇളക്കിയതിനു ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് അതായത് മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാവുന്നതാണ്. മുട്ട ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഇത് നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് ഉടച്ചെടുക്കാവേ. ഫൈനലി ഇതിലേക്ക് 1 പിടി മല്ലിയിലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കിയതിനു ശേഷം ചെറിയ ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. എത്ര സിമ്പിൾ ആയിട്ടാ തമിഴ്നാട് സ്പെഷ്യൽ ചിദംബരം സ്റ്റൈൽ മുട്ട ചട്നി തയ്യാറാക്കിയതെന്ന് കണ്ടോ. തീരെ സിമ്പിൾ ആയതുകൊണ്ട് ടേസ്റ്റിന് ഒട്ടും കുറവില്ല കേട്ടോ. സ്കൂളൊക്കെ തുറന്നതല്ലേ, നമ്മുടെ കുഞ്ഞിയുടെ ചോറ് പാത്രത്തിൽ ഈ ഒരു സിമ്പിൾ റെസിപ്പി കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, കുക്കിങ്ങിന്റെ ABCD പോലും അറിയാത്ത നമ്മുടെ ബാച്ചിലേഴ്സിന് പോലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ ദോശയുടെയോ അല്ലെങ്കിൽ പൊറോട്ടയോ ഈവൻ ചോറിന്റെ കൂടെ പോലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെ ആയാലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലും എത്തിക്കുക. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ another video. It's your Honey Bee. Just do like, share and subscribe.